നിയ്യത്ത് നന്നാവണം എന്നല്ല, നിയ്യത്ത് ശക്തമത്തായ നിയ്യത്താവണം. മറ്റൊന്ന് അത് ഇഖ്ലാസോട് കൂടിയാവണം. ഈമാനിൽ നിന്നുണ്ടായിത്തീരുമ്പോൾ ഉണ്ടാവുന്ന ഗുണങ്ങളാണ്. നിയ്യത്ത് നല്ലതായിരിക്കും, ഇഖ്ലാസോട് കൂടിയായിരിക്കും അതിനെ ചെയ്തിട്ടുണ്ടാവുക. കാരണം നല്ല ഈമാനിൽ നിന്നുള്ളതെന്ന് പറയാൻ പറ്റുള്ളൂ. മറ്റൊന്ന് അടിസ്ഥാനപരമായി വേണ്ടത് സിദ്ഖ്, സത്യമാണ്. മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാരിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയതായ ഒരു വിശേഷണമാണ്. മറ്റൊന്ന് അമാനത്ത്, വിശ്വസ്തത. അപ്പോൾ ഈ 4 സംഗതികൾ അടിസ്ഥാനമായി കൊണ്ടാവണം നമ്മളെ സംഘടനകളാണെങ്കിലും നമ്മുടെ സ്ഥാപനങ്ങളാണെങ്കിലും അതിനൊക്കെ നമ്മൾ തുടക്കം കൊടുക്കുമ്പോൾ ചെയ്യേണ്ടത്. അതാണ് ആ നല്ല ഏത് നന്മകളും നമ്മളെ ഇബാദത്തുകളും അങ്ങനെ തന്നെ ആവണം. നിസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ഹജ്ജാവട്ടെ, ഇതൊക്കെ അത് നന്മയുടെ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ഉണ്ടാവണം. അതാണ് ഈമാനിൽ നിന്നുണ്ടാവണം എന്ന് പറഞ്ഞത്. വേറെ താല്പര്യങ്ങൾ അതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനങ്ങളൊക്കെ, ഈ സ്ഥാപനം നിലയ്ക്ക് വിജയിച്ചതിൻ്റെ കാരണം അത് ഇതിൻ്റെ കമ്മിറ്റിക്കാർക്കും ഇവിടെ പ്രവർത്തിക്കുന്ന മഹാന്മാരാവുന്ന ഉസ്താദന്മാർക്കും മറ്റിതിനെ സഹായിക്കുന്നവർക്കൊക്കെ ഉണ്ടായിരുന്ന ഈ പറയപ്പെട്ട 4 ഗുണങ്ങൾ, അതായത് അവരുടെ ഈമാനിൽ നിന്ന് ഈ ഒരു നന്മ ഉത്ഭവിക്കാൻ പറ്റണ നിലക്കുള്ള ഒരവസ്ഥ അവരുടെ ഹൃദയത്തിലുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ അള്ളാഹു വരുമ്പോൾ അത് വളരും. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ വളർത്തുകയും ഉദ്ദേശിക്കപ്പെടുന്ന ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണ് വളരെ അവിടെ എല്ലാം വളരും. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ ഉദ്ദേശിക്കപ്പെടുന്ന ഗുണം ലഭിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണം. അപ്പം അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ സ്ഥാപനം ഇവിടെ വളർന്നു. അതിൽ നിന്ന് പണ്ഡിതന്മാർക്ക് സനദ് കൊടുത്ത് അവരെ വിശുദ്ധമാവുന്ന ദീനിൻ്റെ ദഅവത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടി എല്ലാവരോടും ആദ്യമായി പറയാനുള്ളത്, ഈ സ്ഥാപനത്തിന് എല്ലാവരും സഹായിക്കണം. ആ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാവണം നിങ്ങളെ സഹായം. നിങ്ങളുടെ ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം. ഈ സഹായത്തിന് പ്രചോദനം നൽകുന്നതായ ആ പ്രചോദനം അല്ലാതെ മറ്റ് താല്പര്യങ്ങൾക്ക് വേണ്ടി ആവരുത്. ഇതിന് നല്ലോണം എന്തെങ്കിലും സഹായിച്ചാൽ ഇവിടെ കമ്മിറ്റിയിൽ എന്തെങ്കിലും അംഗങ്ങളാവാം, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേജിൽ സ്വാഗതം പറയുമ്പോൾ നമ്മളെ പേര് പറഞ്ഞോളും. ഈ നിലക്കുള്ള ഉദ്ദേശങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുവിൻ്റെ വജഹിനെ മാത്രം ഉദ്ദേശിച്ചും കൊണ്ടിട്ട് നിങ്ങളുടെയൊക്കെ ഈമാൻ, ആ ഈമാൻ ആവണത് എനിക്ക് പ്രചോദനം നൽകേണ്ടത്. ആ നിലക്ക് ഈ സ്ഥാപനത്തിന് എല്ലാ നിലക്കും ശാരീരികമായി സാമ്പത്തികമായി ഒക്കെ സഹായിക്കാൻ എല്ലാവരും തയ്യാറാവണം. മഹാനാവുന്ന ഷെയ്ഖുൽ മശായിഖ് ഖുത്ബുൽ അഖ്താബ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവർ 4 വിഭാഗമായിട്ട് മനുഷ്യന്മാരെ വിഭജിച്ചു. റജുലുൻ ലാ ഖൽബ ലഹു വലാ ലിസാൻ. ഓന് വിശുദ്ധമാവുന്ന ദീനിനെ പറയാൻ പറ്റിയ നിലക്കുള്ള നാവില്ല, അന്നിലക്കുള്ള ഹൃദയമില്ല. ഓഹുൽ ഗബിയ്യു എന്ന അവനൊരു സൈസ് പൊട്ടനാണ്. ലാ യഅബഹു അല്ലാഹു ബിഹി, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കില്ല. അങ്ങനത്തെ ഒരു വിഭാഗം ഒരു കൂട്ടർ. മറ്റൊരുത്തൻ റജുലുൻ ലഹു ലിസാൻ ബിലാ ഖൽബ്, അവൻ ഘോരമായി പ്രസംഗിക്കും. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ ആ പറയണതിൽ അവനക്ക് ആത്മാർത്ഥം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന് നേരെ എതിരായിട്ടായിരിക്കും അവൻ ചെയ്യാറ്. ജനങ്ങളോടുള്ള ഉപദേശം മഹാനാവുന്ന ഇമാം റാസി തങ്ങൾ പറഞ്ഞതുപോലെ പല ആളുകളും നന്മ കൊണ്ട് ഉപദേശിക്കും, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയും കൽപ്പിക്കും. അങ്ങനെ പണ്ഡിതനായിട്ടോ മറ്റോ ജനങ്ങൾക്ക് നേതൃത്വം നൽകി ഫൈദ ആലൽ അംറു ഇലൈഹിം, അവരിലേക്ക് കാര്യം എത്തിപ്പെട്ടാൽ
അതായത് ഫഇദാ സദറ അൻഹും മാസിയത്തുൻ, അവരിൽ നിന്ന് എന്തെങ്കിലും, അല്ലെങ്കിൽ ഔ ഫിഇലുൻ ഖബീഹുൻ, മോശമായ പ്രവൃത്തികൾ അവരിൽ നിന്നുണ്ടായിത്തീർന്നാൽ കാനൂ ഫീ മഹല്ലിൽ മുസാമഹ, അപ്പോൾ അത് കുഴപ്പമില്ല എന്ന് പറയും. നേരെ മറിച്ചോ അവരല്ലാത്ത അവർ കൽപ്പിക്കപ്പെടുന്ന ആളുകളിൽ നിന്നുണ്ടായിത്തീർന്നിക്കാണെങ്കിലോ അതിനെ എതിർക്കാനും അതിനെ മോശമാക്കാനും അവനെ ജനങ്ങളുടെ ഇടയിൽ താറടിക്കാനൊക്കെ ശ്രദ്ധിക്കും. ഈ ഒരു അവസ്ഥ നമുക്ക് പണ്ഡിതന്മാർക്ക് ഉണ്ടാവാൻ പാടില്ല. പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അവൻ ഉപദേശിക്കേണ്ട ആളാണ്. ഉപദേശം എന്ന് പറഞ്ഞാൽ ആ ഉപദേശത്തിൻ്റെ സ്വഭാവം അത് ഉപദേശിക്കപ്പെടുന്നവൻ്റെയും ഉപദേശകൻ്റെ ഇടയിലുള്ള ഒരു സിറാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒരാളെ ബശറാക്കണ നിലയ്ക്ക് നമ്മൾ ഉപദേശിക്കാൻ പാടില്ല. അങ്ങനെയല്ലേ മഹാന്മാരൊക്കെ. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയൊരു മഹാൻ താമസിച്ചിരുന്ന അടുത്ത വീട്ടിൽ വേറൊരുത്തൻ താമസിച്ചിരുന്നു. അവരെ കാണാൻ വേണ്ടി ഭരണകർത്താക്കന്മാരിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ ആ അടുത്ത വീട്ടിൽ നിന്ന് ചില ആയുധങ്ങളെ കൊണ്ടുള്ള മോശമായ കളി, ആ കളിൻ്റെ ശബ്ദം കേട്ടു. അപ്പം ഈ ഭരണകർത്താവ് ഈ മഹാനാവുന്ന സൂഫി വര്യനോട്, ഈ ഷേഖിനോട് പറഞ്ഞു, എന്താണ് ഈ കേൾക്കുന്നത്? നിങ്ങൾ താമസിക്കണ ഈ സ്ഥലത്തിൻ്റെ അടുത്ത വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ കേട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാനത് കേൾക്കുന്നുണ്ട്, എനിക്കത് അറിയാത്തതുകൊണ്ടല്ല. ആ 10-60 വർഷമായി ഞാനിവിടെ താമസിക്കുന്നു, അവൻ അവിടെയും താമസിക്കുന്നു. പക്ഷെ ഞാൻ അവനോട് നിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മോശമായ ഒരു കളിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് അവനോട് ഉപദേശിച്ചാൽ ചിലപ്പോൾ അവൻ ഇവിടുന്ന് വീട് മാറിപ്പോവും. വീട് മാറിപ്പോയാൽ പിന്നെ ഇത് മാത്രമാവില്ല, എല്ലാ നിലക്കുള്ള തമ്മാഴിത്തരങ്ങളും അവൻ ചെയ്യും. ഇപ്പം ഇതിമേലവിടെ നിന്നോളും എന്ന് ആ മഹാൻ പറഞ്ഞു. അപ്പോൾ ഒരാളെ നമ്മൾ ഉപദേശിക്കുമ്പോൾ അത് വളരെ